നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ അത്ഭുത ലീലകളിൽ അധികവും അരങ്ങേറുന്നത് വനത്തിലാണ്. അഘാസുരവധം, ധേനുകവധം, ഗോപീവസ്ത്രാപഹരണം, കാളിയമർദ്ദനം, രാസലീല, ഗോവർദ്ധനോദ്ധാരണം തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രം. വൃന്ദാവനത്തിൽ ഭഗവാൻ ഗോചരണ ലീലകൾ ആടവേ ഋതുക്കൾ മാറി മാറി കടന്നുപോകുന്നു. വർഷങ്ങൾ പിന്നിടുന്നു. ഭഗവാൻ ഓരോ ഋതുവിലും പ്രകൃതിയിൽ തന്നെ ദിനങ്ങൾ കഴിച്ചുകൂട്ടുന്നു. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം പശുപാലനം നടത്തവേ ഭഗവാൻ ഓരോ ഋതുവിലും എങ്ങനെ പകൽ ചിലവഴിച്ചു എന്ന് സുന്ദരമായി വർണ്ണിച്ചിട്ടുണ്ട്. നാരായണീയത്തിൽ വർഷകാലത്തെ ഭൂലോകവാസികൾക്കെല്ലാം ഹർഷദമായ കാലമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വർഷകാലം പർവ്വത ഗുഹകളിൽ ചിലവഴിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേനൽ ചൂടിൽ ഭഗവാൻ പ്രകൃതിയിൽ തന്നെ കുളിർമ കണ്ടെത്തുന്നത് വർണ്ണിച്ചിട്ടുണ്ട്. കൊടും ചൂട് പരത്തുന്ന ഗ്രീഷ്മകാലം ഭഗവാൻ യമുനാ തീരങ്ങളിലാണ് ചിലവഴിച്ചിരുന്നത്. എല്ലാ ഋതുക്കളിലും ഭഗവാൻ പ്രകൃതിയോടൊത്ത് സഹവസിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുവചനം. നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏതു ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും. ഈശ്വര സ്മരണയോടുകൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ. ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. പ്രലോഭാദ്യൈരർത്ഥാഹരണപരതന്ത്രോ ധനിഗൃഹേ പ്രവേശോദ്യുക്തഃ സൻഭ്രമതി ബഹുധാ തസ്കരപതേ ഇമം ചേതശ്ചോരം കഥമിഹ സഹേ ശങ്കര വിഭോ തവാധീനം കൃത്വാ മയി നിരപരാധി കുരു കൃപാം. സന്ധ്യാദീപം. ഇനി ശങ്കര സ്തോത്രാമൃതം. ശിവനെക്കുറിച്ച് തസ്കരപതി എന്ന വിശേഷണം വേദപ്രസിദ്ധമാണ്. ഇത് വിശിഷ്ടമായ കൽപ്പനയാണ്. എല്ലാം ശിവൻ തന്നെയാണെന്നുള്ള കൽപ്പന. തസ്കരന്മാരുടെ പതിയായ അല്ലയോ ശിവഭഗവാനെ, എൻ്റെ മനസ്സാകുന്ന കള്ളനെ നിനക്ക് അതീതനാക്കണം. എന്നിട്ട് നിരപരാധിയായ എന്നിൽ കൃപ ചൊരിഞ്ഞാലും എന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ 21 ശ്ലോകം ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 21 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒടുവിൽ
എൻ്റെ മനസ്സാകുന്ന പടകുടിയിൽ, ടെൻറ്റിൽ, കൂടാരത്തിൽ അങ്ങ് വന്ന് താമസിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് പറയുകയാണ്, പ്രലോഭാദ്യൈരർത്ഥാഹരണപരതന്ത്രോ ധനിഗൃഹേ പ്രവേശോദ്യുക്തസൻ ഭ്രമതി ബഹുധാ തസ്കരപതേ ഇമം ചേതശ്ചോരം കഥമിഹ സഹേ ശങ്കര വിഭോ തവാധീനം കൃത്വാ മയി നിരപരാധേ കുരു കൃപാം. ഹേ തസ്കരപദേ, അല്ലയോ തസ്കരപതി, തസ്കരന്മാരുടെ കൊള്ളക്കാരുടെ നാഥനായിട്ടുള്ളവനെ. ശിവനെ കൊള്ളക്കാരിൽ വെച്ച് കൊള്ളക്കാരനായിട്ട് വർണ്ണിക്കുകയാണ്. തസ്കരപതി എന്നുള്ള ശബ്ദം വേദപ്രസിദ്ധമാണ്. കൃഷ്ണ യജുർവേദീയമായ ശ്രീരുദ്രത്തിൽ നമുക്ക് അധ്യായത്തിൽ ചോരന്മാരുടെ പതി, സ്തേനന്മാരുടെ പതി, തസ്കരന്മാരുടെ പതി, ഈ പേരിലൊക്കെ ശിവനെ വിളിച്ച് നമസ്കരിക്കുന്നുണ്ട്. കൊച്ചു കള്ളന്മാരുടെ പതിയാണ്, പെരുങ്കള്ളന്മാരുടെ പതിയാണ്, കൊള്ളക്കാരുടെ പതിയാണ്. ഇത് ഒരു വിശിഷ്ടമായ കൽപ്പനയാണ്. എല്ലാം ശിവൻ, എല്ലാം ഭഗവാനാണെന്ന ഭാവനയോടുകൂടി പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാത്തിലും ശിവഭാവത്തെ ദർശിക്കുന്ന സന്ദർഭമാണത്. ആ കൂട്ടത്തിൽ തസ്കരപതിയെയും കണ്ടു. തസ്കരാണാം പതയേ നമ എന്നവിടെ കാണാം. അതിവിടെ സംബോധന ചെയ്യാണ്. ഹേ തസ്കരപതേ, അല്ലയോ തസ്കരന്മാരുടെ കൊള്ളക്കാരുടെ പതിയായിട്ടുള്ളവനെ, ഇമം ചേതശ്ചോരം, ഈ എൻ്റെ മനസ്സാകുന്ന കള്ളനെ, തവ അധീനം കൃത്വ, നിനക്ക് അധീനമാക്കിയിട്ട്, നിരപരാധേമയി, ഒരപരാധവും ചെയ്യാത്ത എന്നിൽ കൃപാം കുരു, കൃപയെ ചെയ്താലും. ഇപ്പം ഞാൻ നിരന്തരം അപരാധങ്ങൾ ചെയ്യുന്നവനായിട്ടാണ് ലോകത്തിലുള്ളത്. പല തരത്തിൽപ്പെട്ട അപരാധങ്ങൾ ഞാൻ ചെയ്യുന്നു. വാസ്തവത്തിൽ ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ മനസ്സാകുന്ന കള്ളനാണ്. നീ കൊള്ളക്കാരുടെ നാഥനല്ലേ, അപ്പം നിനക്ക് കുറേ കള്ളന്മാർ കൂടെ വേണ്ടേ? കൊള്ളക്കാരുടെ നാഥനാവുമ്പോൾ കുറേ കൊള്ളക്കാർ കീഴിൽ വേണം. അതുകൊണ്ട് എൻ്റെ മനസ്സാകുന്ന കള്ളനെ കൂടി നീ കൊണ്ടുപോയിക്കൊള്ളൂ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്തൊരു വിശിഷ്ടമായ പ്രാർത്ഥനയാന്ന് നോക്കൂ. അപ്പം എൻ്റെ മനസ്സാകുന്ന കള്ളനെ, കള്ളന്മാരുടെ നാഥനായ നീ അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ശുദ്ധനായി, നിരപരാധിയായി, എനിക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഒന്നങ്ങ് എടുക്കണേ എന്ന് പറയുകയാണ്. മനോനാശത്തിൽ മോക്ഷമാണ്. വിപുലമായി ചിന്തിക്കാവുന്ന ഒരു ആശയം അവിടെ കിടക്കുകയാണ്. കാരണം മനോനാശത്തിൽ മോക്ഷമാണ്. ആ മനസ്സിനെ ഭഗവാനോട് എടുക്കാനാണ് പറയുന്നത്. ഭഗവാൻ മനസ്സിനെ എടുത്താൽ എന്നെ സംബന്ധിച്ച് മനസ്സ് നശിച്ചു, മനസ്സുമായുള്ള സംബന്ധം വിട്ടു. മനസ്സുമായുള്ള സംബന്ധം വിട്ടവൻ മുക്തനാണ്. അങ്ങനെ ആക്കിയാലും. അപ്പോൾ എങ്ങനെയുള്ള മനസ്സാണ് പറയാണ്? പ്രലോഭാദ്യൈഹി അർത്ഥാഹരണപരതന്ത്ര, പ്രലോഭാദ്യൈഹി, പല വിധത്തിൽപ്പെട്ട പ്രലോഭനങ്ങളെ കൊണ്ടും മറ്റും. കാണുമ്പോഴുള്ള പ്രലോഭനം, കേൾക്കുമ്പോഴുള്ള പ്രലോഭനം, മണക്കുമ്പോഴുള്ള പ്രലോഭനം, രുചിക്കുമ്പോഴുള്ള പ്രലോഭനം, സ്പർശിക്കുമ്പോഴുള്ള പ്രലോഭനം. അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയ സംസർഗമുണ്ടാകുമ്പോൾ പല പ്രകാരം മനസ്സ് പ്രലോഭിതമാകുന്നു. അങ്ങനെ പ്രലോഭിതമാകുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അർത്ഥാഹരണപരതന്ത്ര, അർത്ഥത്തെ, ധനത്തെ അപഹരിക്കാൻ വേണ്ടി പരതന്ത്രനായി തീരുന്നു, സ്വവശത്തിൽ അല്ലാതായി തീരുന്നു. എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കാനുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ആരംഭഘട്ടത്തിൽ ചിലപ്പോൾ നമുക്കതിനെ തടയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ ആഗ്രഹവിശേഷം വളർന്നാലോ നമ്മൾ പരതന്ത്രന്മാരായി പോകും, പരവശന്മാരായി പോകും, വിവേകം നഷ്ടപ്പെടും.
അങ്ങനെ അർത്ഥാഹരണപരതന്ത്രനായിട്ട് അർത്ഥത്തെ ധനത്തെ അപഹരിക്കുന്നതിൽ പരതന്ത്രനായിപ്പോയി, പരവശനായിപ്പോയി. ധനിഗൃഹേ പ്രവേശോദ്യുക്ത, ധനിഗൃഹത്തിൽ, പണക്കാരൻ്റെ ഗൃഹത്തിൽ, ധനിയുടെ ഗൃഹത്തിൽ, ധനമുള്ളവൻ ധനി, പണക്കാരൻ. അപ്പോൾ പണക്കാരൻ്റെ ഗൃഹത്തിൽ, വീട്ടിൽ പ്രവേശോദ്യുക്ത, പ്രവേശിക്കാൻ ഉദ്യുക്തനായി. എന്തിന്? മോഷ്ടിക്കാൻ വേണ്ടി. അപ്പോൾ പ്രലോഭനത്തിൽ പെട്ടിട്ട്, പ്രലോഭനങ്ങളാൽ ആകൃഷ്ടനായിട്ട് അർത്ഥത്തെ ധനത്തെ അപഹരിക്കുന്ന ആ ആഗ്രഹത്തോടു കൂടി പരവശനായി തീർന്നു മനസ്സ്. അങ്ങനെ പരവശനായി തീർന്ന മനസ്സ് ഒരു പണക്കാരൻ്റെ വീട്ടിൽ മോഷണത്തിനായിക്കൊണ്ട് പ്രവേശിക്കാൻ ഉദ്യുക്തനായി. അപ്പോഴായിരിക്കും പിടിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് കുറ്റവാളിയായി. ഇതാണ് സ്ഥിതി. അങ്ങനെ കുറ്റവാളിയായി ഇരിക്കുന്ന എൻ്റെ നിരപരാധിത്വം എനിക്ക് കാണിക്കണം. കാരണം ഈ മനസ്സാകുന്ന കള്ളനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കള്ളനെ നീ അങ്ങ് എടുത്തോളണമേ. നിനക്കെന്തായാലും ആവശ്യമാണല്ലോ, നീ തസ്കരപതിയാണല്ലോ. എനിക്കിവനെ വേണ്ട, എനിക്കിവനെ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എടുക്കണമേ എന്ന് പറയുകയാണ്. അതിമനോഹരമായ കൽപ്പനയാണ്. ഈ ഭാഗം നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യം. ഓ ഇനി ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. നമസ്കാരം. മോക്ഷം എന്ന പദം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തുപയോഗിക്കാറുള്ള ഒരു പദമാണ്. എന്താണ് മോക്ഷം? പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരലോകപ്രാപ്തിക്കായി കയ്യിൽ കരുതേണ്ടുന്ന എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലെ എന്തോ ഒരു വസ്തുവാണ് ഈ മോക്ഷം എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ആ തരത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല മോക്ഷമെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വെച്ച് തന്നെ ആർജിച്ചെടുക്കേണ്ടുന്ന ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഏറ്റവും പരമമായ തലമാണ് മോക്ഷം എന്നുള്ളതാണ്. ജീവൻ മുക്തി എന്ന് പറയുന്ന ഒരു തലം, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. എന്താണ് മോക്ഷം? എന്താണ് ജീവൻ മുക്തി? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആർജിച്ചെടുക്കേണ്ടുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു വിഷയമാണ് മോക്ഷം എന്ന് പലപ്പോഴും പലരും ധരിക്കാറുണ്ട്. മോക്ഷം എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിവിൻ്റെ ചക്രവാള സീമയെ വിസ്തരിപ്പിച്ചുകൊണ്ട് അവൻ ആർജിച്ചെടുക്കേണ്ടുന്ന പരമമായ ഒരു തലമാണ്. ജ്ഞാനാധികരണമാണ് ആത്മാവ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ്. ജ്ഞാനത്തിൻ്റെ അധികരണം, ആത്മാവ് എത്തിച്ചേരേണ്ടുന്ന ജ്ഞാനത്തിൻ്റെ പരമമായ ബോധതലമാണ് മോക്ഷം എന്ന് പറയുന്നത്. പരമാത്മാവും ജീവാത്മാവും പ്രതിശരീരം ഭിന്നമാണ് എങ്കിലും സകല സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും അവനവനുള്ളിലുള്ള ജീവാത്മാവായിട്ടുള്ള ആ ഈശ്വര തത്വവും ഒന്ന് തന്നെയാണെന്നുള്ള ആ ആത്മതത്വത്തെ, ആ ആത്മബോധത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പരമമായ ഒരു തലമാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ കർമ്മകാണ്ഡങ്ങളിലൂടെ, അവൻ്റെ ജ്ഞാനകാണ്ഡങ്ങളിലൂടെ, അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ അവൻ ആർജിച്ചെടുക്കേണ്ടുന്ന ഏറ്റവും പരമമായ ഒരു തലമാണ്. ഈ ഒരു തലത്തെ ആർജിച്ചെടുക്കുന്ന ഒരു മനുഷ്യന് ജീവൻ മുക്തനായി തീരുക എന്ന് പറയുന്ന ഒരു തലത്തെ നമുക്ക് സങ്കല്പിക്കാറുണ്ട്. എന്താണ് ജീവൻ മുക്തി? സകല ശരീരങ്ങളിലും സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും ഞാനും വിഭിന്നരല്ല എന്ന് പറയുന്ന ഒരു ആത്മബോധം, എല്ലാവരിലും തത്വമസി എന്ന് പറയുന്ന ഒരു ആത്മബോധം, ആ ഒരു ബോധത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന തലം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും എന്നിൽ കുടികൊള്ളുന്ന ഈശ്വരനും വിഭിന്നരല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് മരണമുണ്ടാകുന്നില്ല. ഞാൻ എന്ന് പറയുന്ന ഭൗതിക ശരീരം അവസാനിച്ചാലും ഈ സർവവ്യാപിയായി സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ബോധം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്ന ഒരു സാക്ഷാത്കാരമാണ്, ആത്മസാക്ഷാത്കാരമാണ്. ആ ആത്മസാക്ഷാത്കാരത്തെയാണ് മോക്ഷം എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ ഓംകാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ അമ്പലപ്പുഴയിലെൻ മനസ്സോടിക്കളിക്കുന്നു അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. ഹൃദയസരണികളിൽ നിറഞ്ഞൊഴുകുന്ന യമുന പോലെ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന യുഗാന്തരങ്ങളിലൂടെ നിന്നിലേക്ക് തന്നെ ഒഴുകുകയാണല്ലോ സ്ത്രീമാനസങ്ങൾ സർവ്വതും. ദ്വാപരത്തിൽ അമ്പാടിയിലെ സ്ത്രീജനങ്ങളായിരുന്നുവല്ലോ ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യം ചെയ്തവർ. അവർക്ക് ഭഗവാനിലൂടെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞു. ഭഗവാനിലൂടെ സ്വപ്നം കണ്ട്, ഭഗവാനിലൂടെ പ്രവർത്തിച്ച്, ഭഗവാനിലൂടെ ആനന്ദിച്ച് മോക്ഷം നേടിയ പുണ്യജന്മങ്ങൾ. ഗോപികമാർ തൂണിലും തുരുമ്പിലും എന്ന് വേണ്ട ഇലകളിലും പൂക്കളിലും അമ്പാടിയിലെ സർവ്വയിടങ്ങളിലും ഭഗവാന്റെ പേരെഴുതി വച്ചു. അങ്ങനെ അമ്പാടിയിലെ സർവ്വചരാചരങ്ങളും മുകുന്ദനെന്നും ഗോകുലബാലനെന്നും അമ്പാടിക്കണ്ണനെന്നും മഴമുകിൽ വർണ്ണനെന്നുമൊക്കെ സദാ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഭഗവത് ചിന്തകളാലും ഭഗവാന്റെ വേണുനാദം കേട്ടും അമൃതമായ ജീവിതം കൊണ്ട് ധന്യരായവർ. അതുകൊണ്ട് തന്നെ എന്നും എന്നെന്നും ഭഗവാന്റെ ഹൃദയവും അമ്പാടി തന്നെയാണല്ലോ. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത ഒഴുകാതൊഴുകുന്ന യമുന ഭക്തഹൃദയങ്ങളിൽ സ്വർണദ്വാരക ഗുരുവായൂരൊരു ഗോശാല കൃഷ്ണൻ വാഴുന്ന അമ്പലപ്പുഴയെന്ന പേരു കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ മധുരം കിനിയും. കാരണം അമ്പലപ്പുഴ പാൽപ്പായസം അത്രമേൽ സവിശേഷമാണ്. ഭഗവാന്റെ അധരം മധുരം വദനം മധുരം എന്ന് പറയുന്നത് പോലെ പാൽപ്പായസം നുണയുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആത്മാവിലേക്ക് ഭഗവാന്റെ പ്രേമമധുരം തന്നെയാണ് അലിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാൽപ്പായസപ്പുരയിൽ നിന്ന് ശ്രീകോവിലിലേക്ക് നോക്കി വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നതും. ഞാനാ കവിതയെ ഉള്ളിലുണർത്തും ഗാനമാവുന്നു, അഷ്ടപതി ഗാനമാവുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കൂട്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പോലും അനന്തപുരിയിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ രുചിക്കൂട്ടുകൾ ആർക്കാണ് അനുകരിക്കാൻ കഴിയുക? ആ മധുരോദാരമായ കൃപ ഒരു കുഞ്ഞിനെ പോലെ ഏറ്റുവാങ്ങുക, അത്ര തന്നെ. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത ഒഴുകാതൊഴുകുന്ന യമുന ഭക്തഹൃദയങ്ങളിൽ സ്വർണദ്വാരക. ചമ്പക്കുളം ജലോത്സവത്തിന്റെ ചരിത്രവും അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഭഗവാന്റെ വിഗ്രഹം ചമ്പക്കുളത്തു നിന്നും ജലഘോഷയാത്രയോടുകൂടിയാണല്ലോ ഇവിടെ എത്തിക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും നടത്തിവരുന്ന പ്രശസ്തമായ ചമ്പക്കുളം വള്ളംകളി.
ഇവിടെ ഒരു കൂട്ടം വഞ്ചിപ്പാട്ടുകാരും തുഴക്കാരും ഒന്നു ചേർന്ന് ഭഗവാന് മുന്നിൽ തങ്ങളുടെ ഗാനാർച്ചന സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ഇവരുടെ യാത്രകളിൽ ആത്മാവിൽ ഭക്തിയും തുഴകളിൽ ഭഗവാന്റെ കൃപാകടാക്ഷവും പുണ്യവും സംയോജിക്കും. അമ്പലപ്പുഴയുടെ ആകാശങ്ങളിലെ മേഘരൂപങ്ങളിൽ ചന്ദ്രോത്സവങ്ങളുടെ അരങ്ങൊരുങ്ങി. സന്ധ്യയായി, ദീപങ്ങൾ തെളിയുകയായി. ഘനശ്യാമ വൃന്ദാവനം മഴമുകിൽ വന്നന്റെ കേളി ഗൃഹം പൂതനമോ. ദീപാരാധന കഴിഞ്ഞു. ഇനി ശീവേലി. മോക്ഷസാഗരത്തിലേക്ക് ലയിക്കാൻ ഭക്തർ ഒഴുകിച്ചേർന്നു. ശ്രീകൃഷ്ണലീലഗാനവം ഘനശ്യാമ വൃന്ദാവനം. ഭഗവാനെ, ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വപ്നവും മോഹവും മോക്ഷവും നീ തന്നെ. എൻ്റെ കണ്ണീര് യമുനയാകുമ്പോൾ എൻ്റെ വേദനകൾ നിന്റെ മുരളീനാദമായി ഒഴുകട്ടെ. ക്ഷേത്രകോണുകളിൽ നിന്ന് വാസുദേവോ എന്ന വിളികൾ മുഴങ്ങി. അമ്പലപ്പുഴ ക്ഷേത്രനട അടയ്ക്കുകയായി. ഇനി അമ്പലപ്പുഴയുടെ ആകാശങ്ങളിൽ നിന്നും ത്രിഭുവനമാകെ ആ മുരളീനാദം ഒഴുകി നിറയട്ടെ.